السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الكريم وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. പിർസത്തോ സത്യവിശ്വാസിമാരെ സഹോദരന്മാരെ അള്ളാഹുരെ പേടിച്ച് ജീവിക്കണം ചൊന്തു സ്വന്തത്തെ മറക്കാണ്ടെ നിങ്ങൾക്കെല്ലാവരും വസിയത്താക്കര ഉപദേശിക്കര റബ്ബ് സുബ്ഹാനഹു തആല അത്തരത്തിൽ അവന്റെ പേടിച്ച് ജീവിക്കുന്ന മുത്തഖിമാരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും ആക്കി തീർക്കട്ടെ. ഞങ്ങളു സക്കാഫി ഈ ബട്ട 14 ಮಿನಿಟ್ വീഡിയോ നന്റെ ലാസ്റ്റ് വീഡിയോത്തിക്ക് ആൻസർ ചൊന്തു കടത്തിയത് നിങ്ങളെല്ലാവരും അറിഞ്ഞാർ. ആ വിഷയത്തിൽ ആ വീഡിയോയുടെ വിഷയത്തിൽ ഫസ്റ്റ് നക്ക് ചൊല്ലുകില്ല എന്തൊരു ചൊന്നെങ്കിൽ ആൻസർ അല്ലാത്ത വേറെ എല്ലാം അതിലിന്ത് ആൻസർ മാത്രം ഇല്ല ആൻസർ അല്ലാത്ത വേറെ എല്ലാം ഇತ್ತು അതിൽ ആൻസർ ഇല്ലേ ഇല്ല. ആ വീഡിയോയുടെ ടൈറ്റില് സമ്പൂർണ്ണ ഉൾട്ട ಹೊಡೆದ വഹാബിന്റെ എത്തിക്കരുത്. നിങ്ങളെ മനസ്സിന് സമാധാനത്തും അതേപോലെ നിങ്ങളെ കുഞ്ഞാടുമാരെ കൊസിയാക്കുകയും നല്ലൊരു ടൈറ്റിൽ എത്തിക്കരുത്. പ്രോബ്ലം എന്തും ഇല്ല, നിങ്ങളെ മനസ്സിന് സമാധാനാക്ക. ഓക്കെ, ഏതായെങ്കിലും നാബിയരിക്കരെ ഇയാൾ നന്റെ വീഡിയോമേ നോക്കിയോ ഇല്ല എന്റെ എത്തിക്കരുത്. ഇയാൾ നന്റെ വീഡിയോമേ നോക്കിയോ ഇല്ല, ആറാ കട്ടാക്കി കൊടുത്ത ക്ലിപ്പ് വെച്ചിട്ട് എത്തിക്കര് ഇയാൾ എന്താക്കിയോല്ലേ നക്ക് ആൻസർ ആക്കിയോല്ലേ. കാരണം ഇത് ചൊല്ലുകുള്ള കാരണം എന്തൊരു ചൊന്നെങ്കിൽ ನಾನು നന്റെ ലാസ്റ്റ് വീഡിയോത്തില് ഒരു പൽക്ക ചൊന്തിന്ന എന്തൊരു നിങ്ങ ചോദിച്ചതിരമേ ചോദിക്കുക പണ്ടുണ്ടായെങ്കിൽ ഞങ്ങ ഇതില്ല ഞങ്ങക്ക് ടൈം ഇല്ല ಅಂತ ನಾ ಚೊಂತಿನ್ನ. ಇಯಾಲ್ ಆದ್ರೆ ಫಸ್ಟ್ಗೆ ನಾನು ಚೊಂದ್ರಂಟ ಐತಿಕ್ಕರು ಚೊಲ್ರಿ. ಆಕ್ಚುಲಿ ನಾನದು ചൊന്നരപ്പ ലാസ്റ്റ്ಗೆ ಐತಿಕ್ಕರು അയാൾ ചൊല്ലു നോക്കൂ. ഏതായെങ്കും ഞങ്ങളെ വഹാബി അയാള് ആൻസർ ചൊന്നപ്പോ ഫസ്റ്റ് ഒരു മുൻജാമീൻ എടുക്കുക. ഫസ്റ്റ് മുൻജാമീൻ അതല്ല ഇതേപോലെ അഞ്ഞ പിഞ്ഞാക്കുക പണ്ടുണ്ടായെങ്കിൽ ചോദിച്ചതിരമേ ചോദിക്കുക പണ്ടുണ്ടായെങ്കിൽ ഞങ്ങില്ല. കാരണം ഞങ്ങൾക്ക് ಅದಕ್ಕೆ ടൈം ഇല്ല. അത് ഫസ്റ്റ് ചൊന്ന പൽക്കല്ല സക്കാഫി, അത് ലാസ്റ്റ് ചൊന്ന പൽക്ക ಐತಿಕ್ಕರು. ഫസ്റ്റ് ചൊന്നതല്ല അത്. നിങ്ങളെ വാദത്ത് എല്ലാം ആൻസർ ആക്കിയിട്ട് നിങ്ങളെല്ലാം ഗണ്ണിച്ചിട്ട് ലാസ്റ്റ് ചൊന്ന പൽക്ക ಐತಿಕ್ಕರು അത്. അപ്പൊ നിങ്ങൾ ഫസ്റ്റിಗೆ ചൊന്നാറുണ്ട് ആക്കിയാർ. അപ്പൊ നക്ക് റിക്വസ്റ്റ് ഉള്ള എന്താ ചൊന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് നിന്റെ വീഡിയോ നോക്കിയിട്ടായെങ്കിൽ നിങ്ങൾ എന്താക്കറു ആൻസർ ആക്കറു. ഇയാളുടെ വീഡിയോ കാണുമ്പോഴത്തേക്ക് കാണ്ട അങ്ങനെ നന്റെ എത്രമാ ക്വസ്റ്റ്യന് ബുട്ടിട്ടു ഇയാൾക്ക് ബേന്മായത് മാത്രം എന്താക്കിയോല്ലേ ഇയാൾ ആൻസർ ആക്കിയല്ല. അപ്പൊ നാ വിചാരിക്കുന്നത് എന്താ ചൊന്നെങ്കിൽ ആറാ കട്ടാക്കി കൊടുത്ത ക്ലിപ്പ് കോന്ത ഇട്ടിക്കറി ഇയാൾ എന്താക്കിയോല്ലേ ആൻസർ ആക്കിയോല്ലേ. ഇനി ഇയാള് ആ വീഡിയോಲು ഫസ്റ്റ് പോയിന്റ് ಐತು ചൊല്ലു എന്തൊരു ನಾನು ಬೆಚ್ಚ ಅರ್ಥ ತಪ್ಪಿ ತಿಂತು പിന്നെ ನಾನು സമാക്കി ചൊന്തു എന്താക്കിയുണ്ട് അൽഹംദുലില്ല ചൊന്തു കൊസിയാക്കിയുണ്ട്. അത് നോക്കൂ നിങ്ങ. ഒന്നാമത്തെ പോയിന്റ് ആ അർത്ഥ അയാള് തിരുത്തി സമമാക്കിട്ട് വെച്ചിട്ട് അൽഹംദുലില്ല അൽഫമറ അതായിട്ട്. അപ്പൊ അൽഹംദുലില്ല അതെ അർത്ഥ സമാക്കി ചൊന്ന നിങ്ങ ഒപ്പിയാറല്ലേ. അപ്പൊ അർത്ഥ സമാക്കി ചൊന്തും നിങ്ങ ആ ഇബാറത്ത് തൊട്ടു ഇല്ലല്ലേ മൊയിലാറെ. ഇമാം നബി റഹ്മത്തുള്ളാ ഷറഹു മുസ്ലിമിൽ ചൊന്നതായ ഇബാറത്ത് നിങ്ങ ഓതിയോ ഇല്ല, ಅದರ ಅರ್ಥ ಚೊಂದು ಕೊಡ್ತೋ ಇಲ್ಲ. അതേറ്റിക്കർ ഞങ്ങളെ ബേജാറ്. ഇത്ര ക്ലിയർ ആയിട്ട് അർത്ഥ ഞാൻ സമാക്കി ചൊന്തും നിങ്ങ ആ ഇബാറത്ത് തൊട്ടോ ഇല്ലല്ലേ. ആ ഇബാറത്ത് എന്തുകൊണ്ട് നിങ്ങൾ തൊടില്ല, അതേറ്റിക്കർ നക്ക് കേൾക്കൂല്ലേ. ധൈര്യം എന്നെങ്കിൽ ആ ഇബാറത്ത് ഓതിട്ട് അർത്ഥ ചൊന്തു ಅದರ ആശയ ചൊന്നു കൊടുക്കുക നിങ്ങക്ക് ധൈര്യം ഉണ്ടാ, ആൾമാർക്ക് നിങ്ങക്ക് ചൊന്തു കൊടുക്കുക ധൈര്യം ഉണ്ടാ. ഇത് എല്ലാ വീഡിയോയിലും നാ കേട്ടു ഉള്ളതായ ക്വസ്റ്റ്യൻ ಐತಿಕ್ಕರು. ആയെങ്കും ಇದಕ್ಕೆಂದುം ആൻസർ ഇല്ലാണ്ട് അർത്ഥ തപ്പി തിന്ത് പിന്നെ സമാക്കിയ അൽഹംദുലില്ല ഇത് ചൊല്ലുകയിട്ടാ നിങ്ങൾ സംവാദത്തിക്ക് വന്നേ. നിങ്ങളെ അവസ്ഥ നോക്കുമ്പോഴത്തേക്കും നന്റെ മനസ്സിൽ ബിയാറ വണ്ടി എന്തൊരു ചൊന്നെങ്കിൽ ಬೇಲಿ ಕಡದ ಬಂಡೆ ಸಿಂಹತೆ ನೋಕಿಟ್ಟು ತಡಿ ಸಲಾಮತ್ ಹಾಕಿರ ಬಿಟ್ಟಿಟ್ಟು ಹೊರ್ತ അവിടെ നിന്നിട്ട് ചൊന്നോല ഈ സിംഹത്തിക്ക് ബീലില്ല, ഈ സിംഹത്തിക്ക് ബീലില്ല ചൊന്ത അവിടെ നിന്നിട്ട് നോക്കിയോ ഇന്നോല. ബുദ്ധിയുള്ളൻ എന്താക്കാറ് ആ സിംഹത്തിൽ നിന്ന് ಅದರ ಅಪಗಡ മനസ്സിലാക്കിയിട്ട് അവിടെ ബച്ചവായിട്ട് ഓടുறாറ്. അപ്പൊ ഓർത്ത് പൊട്ട എന്താക്കിയോ ഇന്ന ഈ സിംഹത്തിക്ക് ബീലില്ല ചൊന്ത അവിടെ മേ നിണ്ടോല. അപ്പൊ അതേപോലത്തെ അവസ്ഥ എത്തിക്കരുത് നിങ്ങളെ അവസ്ഥ. ഖബറ് വൈത്തി കെട്ടരുത് ಅದರ അപകട ഇമാം നബി റഹ്മത്തുള്ളാഹി ചൊന്നുകൊണ്ടു നിങ്ങ അപകടത്തിലുള്ളാറിട്ട് നാ നിങ്ങക്ക് അരിപ്പാട്ടി തന്നൂല്ല. നിങ്ങ എന്താക്കിയോല്ലേ അർത്ഥ തപ്പിര് ഇപ്പൊ സമാക്കിയാറുണ്ട് ഇതിലേ ഉള്ളല്ലാണ്ട് എന്തൊരവസ്ഥ. ആ ಬೇಲಿ ಕಡದ ಬಂದು ಸಿಂಹತೆ ನೋಕಿಟ್ಟು ಓಡ್ತ ಬೀಲಿಲ್ಲ ಚೊನ್ನ പൊട്ടില്ലേ ആ പൊട്ടര പോലെ ഇട്ടിക്കരുന്ന് അങ്ങനെ നിങ്ങളെ കണ്ടോല്ലേ. നിങ്ങളെ പൊട്ടാണ്ട് ചൊന്നല്ല,
അതേപോലത്തെ പൊട്ടര പോലെ നിങ്ങൾ ആക്കണ്ടാണ്ട് എത്തിക്കറ് ഞങ്ങൾ ചൊല്ലറി. അപ്പൊ നിങ്ങ ആൽച്ചനാക്കോರು, ಚಿಂತನಾಕೋರು. ഇമാം നബി റഹ്മഉല്ലാ ഷറഹു മുസ്ലിമിൽ ചൊല്ലുന്നേ, ഖബർ വൈത്തി കെട്ടോ തീരാ, ഖബറിനെ മുസന്നമാക്കോ തീരാ, ഖബർ വൈത്തി കെട്ടರೆಂಗ ಅದು ಒರ್ಚಾണ് ಮಾತ್ರ ಮೇಲಿಕ್ಕಣು. ಇದು ಚೊಲ್ರೆ ತಿಕ್ರಿ ಇಮಾಮ್ ನಬಿ ರಹ್ಮವುಲ್ಲಾ. ಅದು ಬಿಟ್ಟುಟ್ಟು ಅರ್ಥ ತಪ್ಪಿ ತಿಂತು ಇಪ್ಪ ಸಮಾಕ್ಯಾರು ಅಲ್ಹಮ್ದುಲಿಲ್ಲ ನಂಕು ವಿಜಯ കിട്ടിತ್ತು ಎಂದ್ರಿ ഇതൊരു വിജയമാ, ഇതൊരു വിഷയമാ, ഇങ്ങനെമാ സംവാദ ആക്രി. അപ്പൊ ആൽമാർക്ക് അർത്ഥാക്കി കൊടുക്കൂറി. എന്തൊരു ആശയം എന്തരേ, നിങ്ങളെ വാദം എന്തരേ, ഷാഫി മദ്ഹബിൽ ഖബർ വൈത്തി കെട്ട വിഷയം എന്തരേ, ഇത് എത്ര ചൊന്നെങ്കും നിങ്ങൾ പിന്നും അതേ ഒരു അവസ്ഥ ഇട്ടിക്കറ് പോയോണ്ടുള്ളേ. എന്തൊരു ഖേദകരമായ, എന്തൊരു ഗത്തികേട് ഇത്തിക്കറ് നിങ്ങളത് ചൊല്ലത് ഇത്തിക്കറ്. ആ വിഷയത്തില് നക്ക് ചൊല്ലുകൊള്ളേ. ഇനി ഇബ്നു തൈമിയയുടെ വിഷയ, ഇബ്നു തൈമിയയുടെ ഖബറിന്റെ വിഷയത്തിൽ ഇയാൾ എന്താക്കിയോണ്ടു കലവ് ചൊന്നുകൊണ്ടു. ഉല്ലമേയല്ല കലവേ. ഈ കലവ് പിടിക്കോന്നുണ്ടെങ്കിൽ നന്റെ വീഡിയോ ചമ്മ ഉദ്ദായി പോണ്ടോണ്ട് പേടിച്ചിട്ട് മാത്രമേ ഇട്ടിക്കറ് ഇയാളെ കലവ് പിടിക്കോന്ന് നിന്നിട്ടില്ല. ഏതായെങ്കും ഇയാൾ ഇതിലൊരു കലവ് ചൊല്ലറ. എന്തേ, ഫസ്റ്റ് ഞങ്ങൾ ഈ ഇബ്നു തൈമിയ റഹിമഹുല്ലറെ ഖബറിന്റെ വിഷയ സ്റ്റാർട്ട് ആവുറപ്പ. നിങ്ങളെ സുന്നിമാർ എന്താക്കിയാറ് ഖബറെ, ഇത് ഇബ്നു തൈമിയയുടെ ഖബറ്, ഇത് സലഫിമാർ കെട്ടിയ ഖബറ്, അങ്ങനെ ഹിസാബിൽ ഇതിനെ നിങ്ങൾ വടിക്കണുണ്ട് എന്താക്കിയാറ് ഇടീ റായ പ്രചാരാക്കിയാർ. അതേ ടൈമിൽ എത്തിക്കറ് നിങ്ങളെ ഫസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ ചൊല്ലുന്നേ ഇബ്നു തൈമിയ ഖബറ് കേട്ടിട്ട് ദാ ഇങ്ങനെ കെട്ടോകുത്തീറാ അല്ലേ, നന്റെ പൽക്കത്തെ എടുത്തിട്ട് നിങ്ങൾ എന്താക്കിയാറ് ഇബ്നു തൈമിയ ഖബറ് ദാ വൈത്തി കെട്ടോ തീരാ ചൊന്നെങ്കിൽ അത് ഇങ്ങനെ ചൊന്തു നിങ്ങൾ എന്താക്കിയാറ് കാട്ടിയാർ. നോക്കൂ, എങ്ങനെ കെട്ടുകുത്തീറാ ഫാൻ കത്തീറ ചമ്മ വൈത്തി കെട്ടോ തീറ വല. ഇങ്ങനെ ഇങ്ങനെ ഇബ്നു തൈമിയ നോക്കൂ നിങ്ങ, യബോ ഓരോ നേതാവിന്റെ കബർ ഇത് നോക്കൂ, എങ്ങനെ ഉണ്ട് ഈ കബർ, ഇങ്ങനെ കെട്ടുകുത്തീറ. യെസ്. അപ്പൊ ഇതേ ടിക്കറ് ഇയാളുടെ ഫസ്റ്റ് വീഡിയോയുടെ ക്ലിപ്പ് ഇയാൾ എത്തിക്കറ് എന്താക്കിയോല്ലേ, ഇബ്നു തൈമിയയുടെ ഖബറെ സലഫിമാരെ കെട്ടിരെ ചൊന്തു വാദിച്ചോല്ലേ. നിങ്ങ സലഫിമാർ ഇബ്നു തൈമിയയുടെ ഖബർ ഇത്ര വൈത്തി കെട്ടിയറല്ലേ, ഇതുപോലെ കെട്ടകു തീരാണ്ട് എത്തിക്കറ് ഇമാം നബി ചൊന്നരെ ചൊന്തു നിങ്ങൾ എന്താക്കിയാറ് ഫസ്റ്റ് ക്ലിപ്പിൽ ചൊന്നാറ്. അപ്പ നന്റെ റിപ്ലൈ ഇങ്ങനെ എന്ത് ഇതാ നോക്കൂ. നിങ്ങ ആണുമൂന്നുണ്ടായെങ്കിൽ നാ കേക്കറ് അത് ആ ഇബ്നു തൈമിയ റഹ്മഹുല്ലറെ ഖബർ നിങ്ങൾ ഒന്നാമത്തേത് എന്താക്കണു, അത് സലഫിമാർ കെട്ടിരെ ചൊന്തു പ്രൂഫ് കൊണ്ടുവരണം. ഇബ്നു തൈമിയ റഹ്മഹുല്ലറെ ഖബർ സലഫിമാരെ കെട്ടിരെ ചൊന്തു നിങ്ങൾ പ്രൂഫ് കൊണ്ടുവരണം. അപ്പൊ മാത്രം എനിക്ക് എന്താക്ക സലഫിമാരെ ദൂര. ഇത് വെറുതെകും ആരോപണ ഇട്ടിട്ട് അപ്പൊ നാണ ഈ ടിക്കർ ഫസ്റ്റ് ചാലഞ്ച് ആക്കറേ നോക്കിയാറല്ലേ നിങ്ങ ഫസ്റ്റ് ചാലഞ്ച് ആക്കറാറ് ನಾನು. കാരണം എന്താ ചൊന്ന ഇങ്ങ സലഫിമാർ കെട്ടിരേಂಟ್ ಗ್ಯಾರಂಟಿ ആക്കി ചൊന്ന സബಲು ನಾನು എന്താക്കിയോല്ല ഫസ്റ്റ് ചാലഞ്ച് ആക്കിയോല്ല. അതിരെ ഇയാൾ എന്താക്കിത്ത് അതിരെ തിരിച്ചിട്ട് ഇയാൾക്ക് ബേന്മായ പോലെ ആക്കിട്ട് എന്താക്കറ് കലവ് ചൊല്ലത് നിങ്ങൾ നോക്കൂ. നിങ്ങൾ ഫസ്റ്റ് ഇബ്നു തൈമിയയുടെ കബറുണ്ട് നോക്കൂ. നിങ്ങൾ ഈ കബറ് നിങ്ങൾ ഫസ്റ്റ് പൊട്ടുപാട്ടോ കുളിക്കോറു. പിന്നെ നിങ്ങൾ ഔലിയാക്കൽ അമ്പിയാക്കൽ അവരെ കബറിന്റെ വിഷയം നിങ്ങൾ പിന്നെ പലക്കെ പറയാം. അൽഹംദുലില്ലാ ഇയാൾക്ക് ഒരു റിപ്ലൈ പോലെ ഇയാൾ ചൊന്തു അത് ആരോ സൂഫിയാക്കൽ ഉണ്ടാക്കിയതേണ്ട്. അപ്പൊ ഇങ്ങ ഖബർ കാട്ടിയതിക്ക് നന്റെ റിപ്ലൈ എങ്ങനെ ഇന്തൂല സൂഫിമാർ കെട്ടിരേಂಟ್ ഇന്തൂല. ഇതൊരു കലവല്ലേ, നാ റിപ്ലൈ ആക്കിര അങ്ങനമാ. ഫസ്റ്റ് നിങ്ങ ഖബർ കാട്ടിട്ട് ആകുമ്പോഴത്തേക്കു നന്റെ റിപ്ലൈ എങ്ങനെ ഇന്നേ നിങ്ങൾ അത് സലഫിമാറിട്ട് പ്രൂവ് ആക്കണുണ്ട് എത്തിക്കറ് നന്റെ റിപ്ലൈ ഇന്നേ. ഇയാൾ ചൊല്ലുന്നേ സൂഫിമാർ കെട്ടിരേಂಟ್ നാ റിപ്ലൈ ആക്കിയവല. പച്ച കലവല്ലേ ചൊല്ലറേ. എന്തുക്ക് ഈ നമ്മ പച്ച കലവ് ചൊന്ത ആൽമാരെ ಮಂಗಾಕ್ರೆ എന്തുക്ക് നന്റെ ചാലഞ്ചിക്ക് ഇയാൾക്ക് ആൻസർ ആക്കുക ആവാത്ത സബಲು ഇയാൾ നക്ക് എന്താക്കറേ റിട്ടേൺ ചാലഞ്ച് ആക്കറേ അല്ലേ, നക്ക് റിട്ടേൺ ചാലഞ്ച് ആക്കി നോക്കൂ. അതൊക്കെ നന്റെ ക്വസ്റ്റ്യൻ ധൈര്യം ഉണ്ടെങ്കിൽ ആണുമോ ആയിട്ടുണ്ടെങ്കിൽ ഇബ്നു തൈമിയരെ ആ ദർഗ കെട്ടിരെ സൂഫി ആയിട്ട് ഞാൻ മുതൽ കേട്ടേ ബാവ പേര് ചൊല്ലല്ലേ എന്താ പേടിയാവറാ ആരായിട്ടിക്കട് ഇബ്നു തൈമിയരെ ഖബർ വൈത്തി കെട്ടിരെ ആ സൂഫി. അപ്പൊ ഇതേ ടിക്കറ് വിഷയ അല്ലാണ്ട് ഞങ്ങ ഫസ്റ്റ് സൂഫിമാർ കെട്ടിരേ ചൊന്തു ഞങ്ങ പ്രചാരാക്കിയതല്ല. സലഫിമാർ കെട്ടിരേಂಟ್ നിങ്ങൾ ടിക്കർ എന്താക്കിയോല്ലേ പ്രചാരാക്കിയോല്ലേ അങ്ങനെ സബಲು നിങ്ങൾ ടിക്കർ എന്താക്കൂല്ലേ ಅದಕ್ಕೆ പ്രൂഫ് കൊമ്പർനായ ചൊന്ത ടിക്കർ പിന്നും വാപ്പാസും നക്കരി നിങ്ങൾട്ടിക്ക് ചൊല്ലുകൊല്ല വിഷയ എനും ഇതിരമേ ചോദിക്കണ്ട. നിങ്ങൾക്ക് കാലി ചൊല്ലുകൊല്ലെന്തരെ വലാ യുസൻ നമ്മൾ അർത്ഥ തപ്പി തിന്തി ഇപ്പൊ സമാക്കിയാറ്
രണ്ടാമത്തേത് ഇബ്നു തൈമിയയുടെ ഖബർ, മൂന്നാമത്തെ ഒരു വിഷയമില്ല. ഇങ്ങനമാ സംവാദാക്കരെ, ഇങ്ങനമാ വാദപ്രതിവാദാക്കരെ, എന്തിനാ ഇത്? ನಾನು ಇತ್ತರ ಇಮಾಮ್ಮಾರ ಇಬಾರತ್ತು ಓದಿಟ್ಟು ಶಾಫಿ ಮದ್ಹಬಲ್ ಕಬರು ವೈತಿಕಟ್ಟು ಇಲ್ಲ ಚೊಂತು ವಾದಿಕ್ಕುಂಬೊತ್ತುಗು ಅದಕ್ಕೆ ತಕ್ಕದಾಯ ಎದುರು ಪ್ರೂಫ್ ಕೊಮಂಡೆ ಬಿಟ್ಟುಟು കാലി ബടായി ബുട്ടോ ഉള്ളല്ലാണ്ട് വേറെന്തും നിങ്ങളിൽ നിന്ന് കണ്ടോ ഇല്ല ചൊല്ലതെ ടിക്കറ് യാഥാർത്ഥ്യ. പിന്നെ ഇയാൾ ചൊല്ലറെന്തേ, ഇമാം ജക്കറിൽ അൻസാറെ നാ പോതിയാണ്ട്, ഇമാം ജക്കറിൽ അൻസാറെ നാ പോതി ചൊന്നാണ്ട്. ചങ്ങായി ഇമാം ജക്കറിൽ അൻസാറെ പോതുകുള്ള കാരണം എന്തേ, നിങ്ങ അംഗീകരിക്കുന്ന ഇമാമുണ്ട് ചൊല്ല അർത്ഥത്തിലെ ടിക്കറ് നാ പോതുകുള്ള കാരണം. അത്ര വലിയ മഹത്തുള്ള അത്ര വലിയ സ്ഥാനമുള്ള ഒരാളെ ടിക്കറ് ഷാഫി മദ്ഹബില് അത്ര ഒരു വലിയ സ്ഥാനമുള്ള ഒരാളെ ടിക്കറ് ഇമാം ജക്കറിൽ അൻസാരി. അയാളുടെ പൽക്കമേ നിങ്ങൾക്ക് എടുക്കുകയുണ്ടില്ലല്ലേ ചൊല്ല അർത്ഥത്തിലെ ടിക്കറ് അയാളുടെ പോതുകുള്ള കാരണം. അല്ലാണ്ട് ജക്കറിൽ അൻസാരി ചൊല്ലത് എല്ലാം ഞങ്ങൾ അംഗീകരിക്കുന്ന ചൊല്ലറെ ഉദ്ദേശത്തിലല്ല നാ പോതിരെ അല്ലെ. ഇപ്പൊ സാധാരണ സ്വാഭാവികമായിട്ടും അങ്ങനെ ടിക്കറ്. ഇപ്പൊ ചിലപ്പോ നിങ്ങൾ ഇബ്നു തൈമിയരെ നങ്കി എതിരായിട്ട് പൽക്ക പറയുമ്പോ നങ്കി എതിരായിട്ട് എന്തേ ഒരു വാദ കൊമ്പറുമ്പോ ഇബ്നു തൈമിയരെ പോതിട്ടല്ലേ നിങ്ങൾ ചൊല്ലറെ, നിങ്ങളെ ഷെയ്ഖുൽ ഇസ്ലാം ആയിട്ടുള്ളേ, നിങ്ങളെ വലിയ പണ്ഡിതായിട്ട് നിങ്ങൾ കാണണ്ടേ, അങ്ങനല്ലേ നിങ്ങൾ ചൊല്ലറെ. അതേപോലത്തെ ഒരു പൽക്കൈ ടിക്കറ് നാ ചൊന്നേ, ഇത്ര വലിയ സ്ഥാനുല്ലേ ജക്കറിയൽ അൻസാരിയുടെ പൽക്കമേ നിങ്ങൾക്ക് എടുക്കുകയുണ്ടില്ലല്ലേ ചൊല്ല ഉദ്ദേശത്തിലെ ടിക്കറ് അത് ചൊന്നരെ. അല്ലാണ്ട് ജക്കറിൽ അൻസാരി ചൊല്ലത് എല്ലാം ഞങ്ങൾ അംഗീകരിക്കാണ്ട് അങ്ങനത്തെ ഒരു വാദം ഞങ്ങൾക്കില്ല. അത് ഏതൊരു ഇമാമൊരു വിഷയത്തിലും അത്തരമേ അഹ്ലുസുന്ന വൽ ജമാഅത്തിലെ വിശ്വാസമായിട്ട് അഹ്ലുസുന്ന വൽ ജമാഅത്തിലെ നിലപാടായിട്ട് ഞങ്ങൾ കാണി അല്ലേ. അല്ലെ അതിനിടയിൽ ഇയാൾ എന്തൊരു ചൊല്ലു, അപ്പൊ നിങ്ങൾ അംഗീകരിക്കുന്ന ഇമാമൊരു ലിസ്റ്റ് നിങ്ങൾ തറു, നിങ്ങൾ അംഗീകരിക്കുന്ന ഇമാമൊരു ലിസ്റ്റ് ഒന്ന് നിങ്ങൾ ചൊല്ലറു, ഇങ്ങനെയുള്ള ഇയാൾ ഫൽക്ക പറ. അപ്പൊ നിങ്ങൾ ഒന്ന് പണിയാക്കണം, നിങ്ങൾ അംഗീകരിക്കരുത് ഉലമാക്കളെ ഒരു ലിസ്റ്റ് എന്തുണ്ടാവല്ലേ. നിങ്ങൾ ആശയം ആരെങ്കിലും ഒരു ചൊല്ലെ പോലെ നിങ്ങൾക്ക് തോന്നുമ്പോ അങ്ങനെ ഒരു ഇത് ഞങ്ങളുടെ ആശയത്തെ കിട്ടുന്നത് തോന്നുന്നു നമുക്ക് മല്ലായാലും എടുക്കുന്നത് അല്ലെ നിങ്ങൾ. പിന്നെ അപ്പുറത്ത് ഇസ്തിഹാസയിക്കുമ്പോ വയറ്റ തള്ളത് നോക്കൊരു എന്തൊരു ബുദ്ധി നിങ്ങളത്, എന്തൊരു ബുദ്ധി നിങ്ങൾക്ക് എന്തോ കിട്ടിയത് ചൊല്ലിട്ട് നിങ്ങളെ മനസ്സിക്ക് ആപത്തും അയാൾ എടുക്കുക. ഇപ്പുറത്തുള്ള കുറെ ഇസ്തിഹാസയും തവസ്സലും അപ്പറ ഞങ്ങൾ കിതാബിൽ കാണിക്കുമ്പോ ഞങ്ങൾ അംഗീകരിക്കില്ല. അപ്പൊ നിങ്ങൾ അംഗീകരിക്കുന്ന ആർ, നിങ്ങൾ അംഗീകരിക്കുക. ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ലിസ്റ്റ് എന്തും ഇല്ല. ഞങ്ങളെ ഇമാം ഇത്തര ആൾമാർ ഇതല്ലാത്ത ഇമാമാർ ഞങ്ങൾ ഇമാമാരല്ല, അങ്ങനത്തെ ഒരു വാദം ഞങ്ങൾക്കില്ല. ഇമാം ജക്കറിൽ അൻസാരി അയാള് ഖുർആനും ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എന്തൊരു പൽക്ക ചൊന്നരെങ്കും ഞങ്ങൾ അത് അംഗീകരിക്കറ. അത് എത്ര വലിയ ഇമാമായെങ്കും എത്ര ചെറിയ ഇമാമായെങ്കും ഖുർആനും ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പ്രമാണത്തെ അടിസ്ഥാനത്തിൽ 6 പൽക്കറിഞ്ഞെങ്കും ഞങ്ങൾ അത് സ്വീകരിക്കറ. അതേപോലെ ഖുർആനും ഹദീസിക്ക് വിരുദ്ധമായിട്ട് 6 പൽക്കറിഞ്ഞെങ്കും അത് എത്ര വലിയ ഇമാമായെങ്കും അത് ഇബ്നു തൈമിയ റഹ്മഹുല്ലായെങ്കും ഞങ്ങൾ അത് എടുക്കില്ല. അതേ ടിക്കർ ഞങ്ങളുടെ നിലപാട്, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ നിലപാട് അതേ ടിക്കർ. അത് ആറ് ചൊല്ലറേ, ഖുർആനും ഹദീസിന്റെ അടിസ്ഥാനത്തിലല്ല ഇത് പൽക്ക പറഞ്ഞ ഉള്ളേന്ന് ചൊല്ലറാറ് ഞങ്ങളല്ല. അതിൽ പിന്നെ പണ്ട് ഇമാമുമാരെ ഞങ്ങൾ തിద్దറാറ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലെ ടിക്കർ ഞങ്ങൾ ഇമാമുമാരെ കാണ്ടേ. നിങ്ങ അങ്ങനല്ല, നിങ്ങ എന്തരേ മുക്കല്ലിദുമാരെ ടിക്കറാറ്, അന്ധമായിട്ട് തക്ലീദാക്കരെ, അന്ധമായിട്ട് ഫോളോ ആക്കരെ. അപ്പൊ അങ്ങനെ അന്ധമായിട്ട് ഫോളോ ആക്കരെ നിങ്ങ ഇമാം ഷാഫിയുടെ പൽക്ക നിങ്ങൾ എടുക്കില്ല ഈ വിഷയത്തില്. അതേപോലെ ഇമാം നബവിയുടെ പൽക്ക നിങ്ങൾ എടുക്കില്ല ഈ വിഷയത്തില്. അതേപോലെ ഇബ്നു ഹജർ അൽ ഹൈതമിയുടെ പൽക്ക നിങ്ങൾ എടുക്കില്ല ഈ വിഷയത്തില്. അതേപോലെ ജക്കറിൽ അൻസാറിന്റെ പൽക്ക നിങ്ങൾ എടുത്തോ ഇല്ല ഈ വിഷയത്തിൽ. എന്ത് ഇങ്ങനമ്മ മുഖല്ലിദുമാറോടെ ഇങ്ങനമ്മ തക്ലീദാക്കരെ. നിങ്ങൾക്കല്ലേ തക്ലീദ് ആവശ്യമില്ലേ? നിങ്ങളെ മുഖല്ലിദുമാറ് അന്ധമായിട്ട് അംഗീകരിക്കണം ഇമാംമാർ എന്തൊരു ചൊന്നിങ്ങും ഞങ്ങൾ എടുക്കണം ചൊന്തു ചൊല്ലറ നിങ്ങ ആയെങ്കും ഇമാംമാർ പൽക്ക നിങ്ങൾ എടുത്തോ ഇല്ല. ഞങ്ങൾക്ക് അങ്ങനെ എന്തും ഇല്ല. ഞങ്ങൾ ഖുർആനും ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എത്ര വലിയ ഇമാമു ചൊന്നെങ്കും എത്ര ചെറിയ ഇമാം ചൊന്നെങ്കും ഞങ്ങൾ അത് എടുക്കറ, ഞങ്ങൾ അത് അംഗീകരിക്കറ. അതല്ല അതുക്ക് വിരുദ്ധ ഖുർആനുക്കും ഹദീസുക്കും വിരുദ്ധമായിട്ട് 6 ചൊന്നെങ്കും ഞങ്ങൾ അത് എടുക്കില്ല. ഇതേ ടിക്കറ് ആ വിഷയത്തില് നക്ക് ചൊല്ലുകൊള്ളു. ഇനി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ വിഷയത്തില് എല്ലാ പണ്ഡിതന്മാരും വാലും മുതിലും ചൊന്നുരുണ്ട തിക്കറ് ഇയാളുടെ പിന്നുർവാദ. എല്ലാ പണ്ഡിതന്മാരും എന്താക്കിറാറ് ഷെയ്ഖുൽ ഇസ്ലാമും ഇബ്നു തൈമിയയുടെ വിഷയത്തില് വാലും മുതിലും ചൊന്നാറ്. അങ്ങനെ ആ ഒരു ഇമാമരമ നിങ്ങ ഫോളോ ആക്കറേ, ആ ഒരു ഇമാമരമ നിങ്ങ അംഗീകരിക്കറേ തിക്കറ് ഇയാൾ ഞങ്ങൾ കേക്കറേ. നോക്കൂ, നിങ്ങൾ അംഗീകരിക്കുന്ന ഇമാമിങ് ഇബ്നു തൈമിയമ്മ ലോകം മുസ്ലിമീങ്ങൾ ലോക പണ്ഡിതന്മാർ വാലും മുതില് ചൊല്ലുടെ ഇബ്നു തൈമിയമ്മ നിങ്ങൾ അംഗീകരിക്കറേ.
അപ്പൊ നിങ്ങൾ ആരെ അംഗീകരിക്കുന്നത്? അപ്പൊ കേട്ടാറല്ലേ, എല്ലാ പണ്ഡിതന്മാരും ലാലും മുതില്ലും ചൊന്ന ഒരാളായിട്ടിക്കുള്ള ഇമാം ഇബ്നു തൈമിയ, ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല, ഇമാം സുയൂത്തി നിങ്ങൾ അംഗീകരിക്കേ പണ്ഡിതല്ലേ? ആ, ഇമാം സുയൂത്തി ഇബ്നു തൈമിയ വിഷയത്തിൽ എന്തൊരു ചൊന്നരേ നോക്കൂർ നിങ്ങ. ഇമാം സുയൂത്തി അയാളുടെ തബഖാത്തുൽ ഹുഫാദില് ചൊല്ലുന്ന പൽക്ക് നോക്കൂർ. ഇബ്നു തൈമിയ അശ്ശൈഖു അൽ ഇമാമു അൽ അല്ലാമതു അൽ ഹാഫിദു അൻ നാഖിദു അൽ ഫഖീഹു അൽ മുജ്തഹിദു അൽ മുഫസ്സിറുൽ ബാരിഉ ഷൈഖുൽ ഇസ്ലാം അലമുസ് സുഹാദ് നാദിറത്തുൽ അസ്ർ. സുബ്ഹാനല്ലാഹ്, എന്ത് പോതല്! ഇമാം സുയൂത്തിയെ ടിക്കറ് ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പോദിയല്ലേ അല്ലേ? തെൽക്കീൽ നോക്കൂ, വക്കാന മിൻ ബുഹൂറിൽ ഇൽമി വമിനൽ അദ്കിയാഇൽ മഅദൂദീൻ വസ്സുഹാദ് വൽ അഫ്റാദ്. സുബ്ഹാനല്ലാഹ്, ഇമാം സുയൂത്തി നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിത ടിക്കറ്. ആ ഇമാം സുയൂത്തിയെ ടിക്കറ് ചൊല്ലേ എന്തരേ? അയാളുടെ തബഖാത്തുൽ ഹുഫാദില് ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അയാളൊരു ഇമാമൈ ടിക്കറ്, അയാളൊരു വലിയ ആലിമൈ ടിക്കറ്, ഹാഫിലൈ ടിക്കറ്, ഫഖീഹൈ ടിക്കറ്, മുജ്തഹിദൈ ടിക്കറ്, മുഫസ്സിറൈ ടിക്കറ്, ഷൈഖുൽ ഇസ്ലാമൈ ടിക്കറ്, അതേപോലെ എന്തര് ഇൽമുരെ ബഹറൈ ടിക്കറ്, ഇൽമുരെ വലിയ കടലൈ ടിക്കറിന്റെ ഇങ്ങനത്തെ ഏത് രൂപത്തിലെ ടിക്കറ് ഇമാം സുയൂത്തി പോതിരേട്ട് നോക്കറു. ഇത് മാത്രല്ല, എത്രമാ ഇമാമുമാർ ഷാഫിഹി പണ്ഡിതന്മാരെ ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയരെ പോതി ചൊന്നതായിട്ട് നമുക്ക് കാണാൻ സാധ്യമാവും. അപ്പൊ നോക്കൂ, ഇതേ ടിക്കർ അവസ്ഥ. അതിനിടയിൽ ചൊല്ലു എല്ലാ പണ്ഡിതന്മാരും ലാലും മുതില്ലും ചൊന്നറാറുണ്ട്. ഇങ്ങനെ പച്ച കലോ ചൊന്തു നിങ്ങ ആൽമാർ നടുൽ പിടിച്ചു നിൽക്കണല്ലാണ്ടെ വേറെന്തും നിങ്ങൾക്ക് ആക്കുക സാധ്യല്ല. പിന്നെ ഇമാം സക്കറിൽ അൻസാരി എഴുതിയതായ കിതാബ് അസ്നൽ മത്താലിബിന്റെ വിഷയ, ആ അസ്നൽ മത്താലിബില് സ്റ്റാർട്ട് ഞങ്ങളെ ചർച്ച സ്റ്റാർട്ട് ആവരെപ്പ എവിടെ? ഇമാം നവവി റഹ്മഹുല്ല റൗളത്തു ത്വാലിബീനില് ഖബർ വൈത്തി കെട്ടുക ചൊന്നuru ചൊന്തെന്താക്രി ഇയാളൊരു ഇബാറത്ത് ഓതുරු. അത് ഞാൻ റിപ്പീറ്റ് ആക്കില്ല, അതിൽ ആ ക്ലിപ്പ് ഞാൻ റിപ്പീറ്റ് ആക്കില്ല, എത്രമാ പെട്ടെന്ന് നിങ്ങൾ കേട്ടാർ. അപ്പൊ റൗളത്തു ത്വാലിബീനില് ഇമാം നവവി റഹ്മഹുല്ല ഖബർ വൈത്തി കെട്ടുക ചൊന്നuru ചൊന്തെന്താക്രി ഇയാളൊരു ഇബാറത്ത് ഓതുമ്പോത്തുക അതിലൊരു വേർഡ് ഉണ്ട്, എന്തേ? ഇമാറത്ത് ചൊല്ற വേർഡ്, ഇമാറത്ത് ചൊല്ற പദ. ആ ഇമാറത്ത് ചൊല്ற പദத்துக்கு இங்க என்ன ஆக்கிறாரு? கெட்டி வைத்திரேன்ட்டு அர்த்தம் வச்சிரார். அதுக்கு நான் சொன்ன இமாரத்துக்கு அதர் அர்த்த ஜக்கரில் அன்சாரி അങ്ങനെ അല്ലാണ്ട് തിക്കർ ചൊല്ലേ. അതേ തിക്കർ അസ്നൽ മത്താലിബില് ജക്കറിൽ അൻസാരി ഇമാറത്ത് അർത്ഥമായിട്ട് കൊടുത്തിരെന്തേ? അവിടെ ഇമാറത്ത് അർത്ഥമായിട്ട് അതിന്റെ ഉദ്ദേശം എന്തേ ചൊന്നെങ്കിൽ ഹൈഫ്ദുഹാ മിന ദിറാസതി, ഖബർ നശിച്ചു പോണ്ടതിൽ നിന്ന് സംരക്ഷിക്കരുതേ തിക്കർ. ലാ തജ്ദീദു ബിനാഇഹ, അതിരെ വൈത്തി കെട്ടുന്നതല്ല അതിരെ ഉദ്ദേശ. ലിമാ മറ, ನಾನು ಪಾಠ ಚೊನ್ನ ಬಲ ಲಿಮಾ ಮರ್ರವಡೆ ಪುಸ್ಕೈರಿ ಈ ಬಟ್ಟ ಈ ವಿಡಿಯೋಲು ಲಿಮಾ ಮರ್ರಡೆ ವಿಷಯ എടുത്തിട്ടില്ല. പോയ വീഡിയോയിൽ എന്താക്കിയത്? ലിമാ മർറ കട്ടുവായിച്ചു ഉണ്ടല്ല ചൊന്തു. ഈ ബട്ട അതിന് വിഷയമേ ഇല്ല. കാരണം എന്താ, അതിന്റെ ഇടയിൽ നാ ഒരു ക്വസ്റ്റ്യൻ കേട്ടുന്നെ. ലിമാ മർറ ആ വിഷയത്തിൽ നാ കട്ടുവായിച്ചു ചൊല്ലുമ്പോത്തുകു ഞാൻ എന്താക്കി അതില് പ്രൂവ് ആക്കിയിട്ടായി പിന്നെ അവിടെ ഒരു ക്വസ്റ്റ്യൻ കേട്ടുന്നെ. അതും ഇയാൾ എന്താക്കിയിട്ടില്ല, തൊട്ടിട്ടില്ല. നോക്കൂ നിങ്ങ നെക്സ്റ്റ് വീഡിയോ നിങ്ങൾ ചൊല്ലണം. ഇത് നമ്മുടെ വലിയ ഒരു ക്വസ്റ്റ്യൻ എത്തിക്കറി. ഇത് നിങ്ങൾ ചൊന്നില്ലാണ്ടായെങ്കിൽ നിങ്ങളെ തറുകിട എന്തിനെ ചൊല്ലത് എല്ലാവർക്കും ക്ലിയർ ആവും. അപ്പൊ അത് കഴിത്ത് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ആക്കണേ. ഇതിനെ നിങ്ങൾ സ്കിപ്പ് ആക്കുകയില്ല, ഇതിനെ നിങ്ങൾ വിടുകയില്ല. ലിമാ മർറ നാ കട്ടാ ചൊന്തു ചൊന്നിൽ പിന്നെ നിങ്ങൾ ഓതിയ ഇബാറത്തേത് അതിൽ മുന്നത്തതാ, അതിൽ പിന്നത്തതല്ലേ നിങ്ങൾ ഓതിയേ? എന്തൊരു അവസ്ഥ ഇത്! അതിനിടയ്ക്ക് നണ്ടൊടി കേൾക്കും ഇങ്ങനുണ്ടാ കക്കറങ്ങാൻ. അതെ നങ്കും നോക്കിയാറല്ലേ, ഞാൻ ഇത്ര ചൊന്തും ഒരക്ഷരം ഉണ്ടിട്ടില്ല. സുബ്ഹാനല്ലാഹ്, ഇങ്ങനുണ്ട് ആൾമാർ. എന്തായെങ്കിലും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ സ്കിപ്പാക്കൂ, തീരാ ചൊന്തും ഇയാൾ ഒരക്ഷരം ഉണ്ടിട്ടില്ല ആ വിഷയത്തിൽ. അതൊരു കേൾക്കാത്ത പോലെ, അത് നോക്കിത്തേ ഇല്ലാത്ത പോലെ ഇയാൾ എന്താക്കിയത് അതിനോടേക്ക് വിട്ടുവിട്ടു. സുബ്ഹാനല്ലാഹ്, ഇങ്ങനുണ്ടാ? ഇങ്ങനമ്മ ഒരു സംവാദാക്കര്, ഇങ്ങനമ്മ വാദപ്രതിവാദാക്കര്? എന്തൊരു അവസ്ഥ ഇത് അല്ലേ? കുടുങ്ങുമ്പോഴത്തേക്ക് എന്തേ പിന്നെ അത് തുടരേ ഇല്ല. നോക്കൂ, എത്ര ഇബാറത്തായിട്ട് നാ ഓതിരെ ഏതേ ഒരു ഇബാറത്ത് തൊട്ടുത്ത ഏതേ ഒന്ന് ആൻസർ ആക്കിത്ത ನಾನು ನಂಬರ್ ಇಟ್ಟಿಟ್ಟು ನಿಂಗೆ ನಾ ಕಾಟಿ ತಂಡೆ. ಎತ್ತರ ಇಬಾರತ್ ನಾ ಓದಿರೆ, ಎತ್ತರ ಕ್ವಶನ್ ನಾ ಕೇಟ್ರೆ ಅದಕ್ಕೆ ಇಯಾಲ ഒരേ ഒരു ആൻസർ ഉണ്ടായിട്ട് നിങ്ങൾ ആലോചനാക്കി നോക്കൂ. ഒന്നാമത്തേത് ഷറഹു മുസ്ലിമില് ഇമാം നബി റഹ്മഹുല്ല ചൊന്നത് നോക്കൂ. ചൊന്നെങ്കിൽ അത് അപ്പൊ ഓതുമ്പോൾ ഇനി അങ്ങ് തുടരാൻ ചൊന്ന് നോക്കുക ഇട്ടിക്കറ്. ഏതെങ്കിലും ഇമാം നബി റഹ്മഹുല്ല ചൊല്ലുന്ന നോക്കൂ. ഷറഹു മുസ്ലിമില് ഫീഹി അന്ന സുന്നത അന്നൽ ഖബ്റ ലാ യുർഫഉ അലൽ അർളി റഫഅൻ കസീറ. ഈ ഹദീസിലുണ്ട് ഖബർ വൈത്തി കെട്ടു തീരാ. എങ്ങനെ ചൊമ്മ വൈത്തി കെട്ടു തീരാ?
അപ്പൊ ചമ്മ വൈത്തി കെട്ടോ തീര ചൊന്നേന്ദ്രെ ഒരച്ചാണ് മാത്രം ഇത്തിക്ക് വൈത്തി കെട്ടുകൊള്ളേ വലായുസന്നം അത് കൂർപ്പിച്ച് വെക്കും തീര അതേപോലെ ബൽ യുർഫഉ നഹ്വ ശിബ്രിൻ വയുസത്തഹ് അത് അതെ ഒരച്ചാണ് മാത്രം വൈത്തണം അതേപോലെ അത് ലെവലാക്കി വെക്കണം വഹാദ മദ്ഹബ് വമൻ വാഫഖഹു ഇതേ തിക്ര ഇമാം ഷാഫിറെ അഭിപ്രായത്തെ യോജിച്ച ആൾമാർ അഭിപ്രായ ചൊല്றது നമുക്ക് എവിടുണ്ട് ആൻസർ മൊയിലാറെ റഷീദ് സഖാഫി നിങ്ങളൊട്ടിಗೆ കേട്ടു ഉല്ലേ ആൻസർ എവിടുണ്ടു രണ്ടാമത്തേത് നോക്കൂ ഇമാം നബവി റഹ്മഹുല്ല അതേ ഷറഹ് മുസ്ലിമിൽ ചൊല്றது ഇമാം നബവി റഹ്മഹുല്ല ഷറഹ് മുസ്ലിമിൽ പിന്നൊരു ഇബാറത്ത് നാ ഓദിത്തിന അതിദൈ തിക്ർ വഅമ്മൽ ബിനാഉ അലൈഹി ഫഇൻ കാന ഫി മിൽകിൽ ബാനി ഫമക്റൂഹുൻ ആരെങ്കിലും ഓണർഷിപ്പിൽ ഒരു ജാഗ ഉണ്ടുണ്ടായെങ്കിൽ ആ ജാഗയിൽ ഒരുത്ത ഖബർ വൈത്തി കെട്ടുണ്ടായെങ്കിൽ അത് മക്റൂഹ് തിക്ർ വഇൻ കാന ഫി മഖബറത്തിൻ മുസബ്ബലത്തിൻ അത് പൊതുവായ ജാഗ പൊതുവായ മഖബറ ഉണ്ടായെങ്കിൽ ഫഹറാമുൻ അങ്ങനെ ഖബർ വൈത്തി കെട്ടുന്നത് ഹറാമൈ തിക്ർ ചൊന്തു ഇമാം നബവിയെ ഷറഹ് മുസ്ലിമിൽ ചൊല്றது കാണും റഷീദ് സഖാഫി ഓടുണ്ട് ആൻസർ എവിടുണ്ട് ആൻസർ മൂന്നാമത്തേത് ഷറഹ് മുഹദ്ദബിൽ ഇമാം നബവി ചൊല്றது നോക്കൂ പിന്നും ഇമാം നബവി റഹ്മഹുല്ലാഹ് മജ്മൂ ഷറഹുൽ മുഹദ്ദബ് ഇതും നാ ഓതിയ ഇബാറത്തെ തിക്ർ എന്ത്ര ഷറഹുൽ മുഹദ്ദബിൽ ചൊല്ലുറേ ഖാല ശാഫിഈ ഫിൽ മുഖ്തസർ ഇമാം ഷാഫി റഹ്മഹുല്ലാഹ് മുഖ്തസറിൽ ചൊല്ലുന്നു യുസ്തഹബ്ബു അല്ലാ യുസാദുൽ ഖബ്റ അല തുറാബി അല്ലദി ഉഖ്രിജ മിൻഹു അതെ എന്ത്ര ഒരു ഖബർ ഞങ്ങൾ എടുക്കുമ്പോഴത്തേക്കും ആ ഖബറിൽ എത്ര മണ്ണ് ഞങ്ങൾ എടുക്കാമോ അത്ര മണ്ണ് ഇടുന്നത് തിക്ർ അതരക്കാണ് യാർ ഇടുന്നത് അത് യാർ ഇടുന്നത് സമല്ല അത്രയും ഇടുന്നത് തിക്ർ അതര സുന്നത്ത് ചൊന്തു ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പടിപാട്ട് കണ്ടത് കാണും അതേപോലെ ഇമാം റഷീദ് സഖാഫി എവിടുണ്ട് ആൻസർ എവിടുണ്ടു നാലാമത്തേത് അൽ ഉമ്മുൽ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് ചൊല്றது നോക്കൂ അതേപോലെ ഇമാം ഷാഫി റഹ്മഹുല്ലാഹ് അൽ ഉമ്മുൽ ചൊന്നതും നാ ഓതിര എന്ത്ര ഇമാം ഷാഫി ഉമ്മുൽ ചൊന്നേ വഇന്നമാ ഉഹിബ്ബു അൻ യുഷ്ഖസ അലാ വജ്ഹിൽ അർളി ശിബ്റൻ ഔ നഹ്വഹു അതെ ഭൂമിയിലെ ഒരു ചാണ് മാത്രം വൈത്തറുതെ ടിക്കറതൊക്കെ ഇഷ്ടം വഉഹിബ്ബു അല്ലാ യുബ്ന വലാ യുജസ്സസ് ആ ഖബറിന്റെ മേൽ വൈത്തി കെട്ടാൻ ടിക്കറതും അതേപോലെ അതിൽ സിമെന്റ് അടിക്കാൻ ടിക്കറതെ ടിക്കറതൊക്കെ ഇഷ്ടം അപ്പൊ ഇതേ ടിക്കർ ഇമാം ഷാഫിഈ റഹ്മഹുല്ലാഹ് അൽ ഉമ്മുൽ സ്വന്തം കിതാബ് അയാളുടെ സ്വന്തം കിതാബ് ടിക്കർ അൽ ഉം അതിൽ അയാൾ ചൊല്ലുന്ന ഇതുക്കും ആൻസർ ഇല്ല എവിടുണ്ട് റഷീദ് സഖാഫി ആൻസർ എവിടുണ്ടു അഞ്ചാമത്തേത് ഫതുൽ മുഈൻ ഇബാറത്ത് നോക്കൂ മേൽ പറഞ്ഞ കാരണങ്ങളൊന്നും ഇല്ലാതെയാണ് അത് കെട്ടിയതെങ്കിൽ അതിന്മേൽ കുബ്ബയുണ്ടാക്കിയതെങ്കിൽ ആ സ്ഥലം പൊതു ശ്മശാനമോ പൊതുവായി നൽകിയ ആളെയും അടിസ്ഥാന സ്വഭാവവും അതേപോലെ അറിഞ്ഞാലും ഇല്ലെങ്കിലും വഖഫ് ചെയ്യപ്പെട്ട സ്ഥലമോ ആണെങ്കിൽ ഹറാമാണ് അല്ലെ അത് പൊതു സ്ഥലമായെങ്കിൽ അത് അങ്ങനെ ഖബർ വൈത്തി കെട്ടുന്നത് ഹറാമ ഇതും ഇയാൾ തൊട്ടിട്ടില്ല എവിടുണ്ട് റഷീദ് സഖാഫി ആൻസർ ആറാമത്തേത് ഇബ്നു ഹജറുൽ ഹൈതമി ഫതാവൽ കുബ്രൽ ചൊല്றது നോക്കൂ അല്ലേ ഇബ്നു ഹജറുൽ ഹൈതമി ഫതാവൽ കുബ്രൽ എന്ന് പറഞ്ഞേ അതെ ഫഅജാബ ബിഖൗലിഹി അൽ-മൻഖൂൽ അൽ-മുഅ്തമദ് കമാ ജസമ ബിഹി an-നബവി ഫി ശറഹ് al-മുഹദ്ദബ് ഇമാം നബവി റഹ്മഹുല്ലാഹ് ശറഹുൽ മുഹദ്ദബിൽ ചൊന്നേ അതേ തിക്ര അതേ പൽക്കൈ തിക്ര അവലംബിക്കുനായി അതെ ഹുർമത്തുൽ ബിനാഇ ഫിൽ മഖ്ബറത്തിൽ മുസബ്ബല പൊതുവായ മഖ്ബറൽ വൈത്തി കെട്ടുന്നത് ഖബർ വൈത്തി കെട്ടുന്നത് ഹറാമൈ തിക്ര ഫഇൻ ബുനിയ ഫീഹാ ഹുദിമ അങ്ങനെ ആരെ വൈത്തി കെട്ടിട്ട് ഇന്നാറുണ്ടായി അത് വടിക്കുന്നു വലാ ഫർഖ ഫി ദാലിക ബൈന ഖുബൂരി സ്വാലിഹീൻ വൽ ഉലമാഇ വഗൈരിഹിം അതിൽ ഉലമാക്കന്മാരതാവട്ടു സ്വാലിഹിമാരതാവട്ടു അതല്ലാത്തങ്ങളതാവട്ടു സാധാരണ ആൾമാരതായെങ്കും അതിൽ ഒരു ഫർഖുമില്ല ഒരു വ്യത്യാസമില്ല നിങ്ങൾ ഇമാമൈ തിക്ര ഇബ്നു ഹജറുൽ ഹൈതമി അയാൾ ചൊന്ന പൽക്കൈ തിക്ര നാവുദേ അദർ വിഷയത്തിലും ഇയാൾ തൊട്ടിട്ടില്ല എവിടുണ്ട് ഇതുക്കായ ആൻസർ ഉണ്ടാ റഷീദ് സഖാഫി ഓടുണ്ട് ആൻസർ ഏഴാമത്തേത് ഇബ്നു തൈമിയ ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഖബർ വിഷയത്തിൽ നാ കേട്ട ക്വസ്റ്റ്യനുക്ക് ആൻസർ ആക്കിറ നോക്കൂ പോട്ടെ അപ്പൊ നിങ്ങൾ നെക്സ്റ്റ് സലഫിമാരെ കെട്ടിരേണ്ടി നിങ്ങൾ ഗ്യാരണ്ടി ആക്കി ചൊല്ലുമ്പോൾ നിങ്ങൾ തിക്ര പ്രൂഫ് കൊണ്ടുവരണായി അല്ലെ ഒരു കക്കാത്ത കല്ലറൊട്ടിക്ക് നീനെ കെട്ടേ ചൊല്ലുമ്പോഴത്തേക്കു അവിടെ എന്ത് കേൾക്കാർ പോലീസുമാർ പ്രൂഫ് ഇടുണ്ട് കേൾക്കാർ അല്ലെ അപ്പൊ പ്രൂഫ് ഇല്ലാണ്ട് നീനെ കെട്ടേ നിങ്ങമേ കെട്ടേ ചൊന്ന അത് കറത്തില്ല അപ്പൊ ഖബർ വൈത്തി കെട്ടേ നിങ്ങാൻ ചൊന്തു സലഫിമാർ നിങ്ങാൻ ചൊന്തു നിങ്ങൾ ചൊല്ലുമ്പോഴത്തേക്കു അപ്പൊ അതുക്ക് പ്രൂഫ് കൊണ്ടുവരണായി നിങ്ങൾ തിക്കർ ഞങ്ങളല്ല അപ്പൊ നെക്സ്റ്റ് വീഡിയോയിലായെങ്കിലും സലഫിമാർ കെട്ടിരേ ചൊല്ലത് ആണ് മക്കാണ്ടായെങ്കിൽ നിങ്ങൾ ആണ് മോണുണ്ടായെങ്കിൽ പ്രൂഫ് കൊണ്ടുവരും അതിൽ പിന്നെ നിങ്ങൾ സലഫിമാർ ദൂരെങ്ങുമയോ എവിടുണ്ട് ആൻസർ റഷീദ് സഖാഫി എവിടുണ്ട് ആൻസർ എട്ടാമത്തേത് ഇമാം നബവി തഹ്ദീബുൽ അസ്മായി വൽ ലുഗാത്തിൽ ഖബർക്ക് വൈത്തി കെട്ടുകു ചൊന്നുരു ചൊന്തു ഒരു വിഷയ ചൊല്ലു ಅದರ ವಿಷಯದಲ್ಲಿ ನಾ ಕ್ವಶನ್ ಕೇട്ടുನ್ನೆ ಇಬಾರತುಲ್ ಕಾಲಿ ವಾಲಿಹಿ ಕುಬ್ಬತುನ್ ವ ഖബ്റുഹു മഷ്ഹൂറുൻ ഇതേ ഒരു വേർഡ് അല്ലാണ്ട് ಅದರ ಇಬಾರತ್ ಎಂದ್ರೆ ಚೊಲ್ಲದೆ ಇಯಲ್ ಓದಿಯೋ ಇಲ್ಲ ವಾಲಿಹಿ ಕುಬ್ಬತುನ್ ವ ഖബ്റുഹു മഷ്ഹൂറുൻ ചൊന്നിങ്ങ ಅಪ್ಪ ಕೆಟ್ಟಿ ವೈತಾ ಅಂತ ಅದರ ಅರ್ಥ ಇಂದ್ರ ವಲ್ಕರ್ರಿ ವಾಲಿಹಿ ಕುಬ್ಬತುನ್ ಅಯಲ್ಲ ഖബർ ಮೇಲ್ ಕುಬ್ಬಿಂತು അതേപോലെ ವ ഖബ്റുഹു ಮಷ್ಹೂರುನ್ ಅಯಲ್ಲ ഖബർ ಮಷ್ಹೂರುನ್ ചൊന്നതಕ್ಕೆ ಇಮಾಮ್ ನಬವಿ ವೈತಿ ಕೆಟ್ಟುಕೊಂಡು ಚೊನ್ನಮ್ಮ ಎಂದ್ರ ವಲ್ಕರ್ರಿ ಇಪ್ಪ ನಾನು ஒரு ಜಾಗೆಗೆ ಪೋಂಡೆ ஒரு ಜಾಗೆಗೆ போம்போது ಅನ್ಯ போம்போ ಅನ್ಯ ஒரு ಬಾರ್ ಇಂತು ನಾ ಚೊಲ್ರೆ ಅಪ್ಪ ಅದರ ಅರ್ಥ ನಾ ಬಾರ್ ಕೆಟ್ಟುಕೊಂಡು ಚೊನ್ನಮ್ಮ ನಾ ಕಲ್ಲು ಕುಡಿಕೊಂಡು ಚೊನ್ನಮ್ಮ ಎಂದ್ರ ವಲ್ಕರ್ರಿ ಇದು ಅಪ್ಪ ಆ ಇಬಾರತ್ ಎಂದ್ರೆ ಕ್ಲಿಯರ್ ಆಗಿ ಓದರು അതിൽ പിന്നെ ಅದರ ಆನ್ಸರ್ ನಂಗ ಚೊಲ್ರ ಉಂಡು ಚೊಲ್ಲೋಗ ಆರ್ಗುಂ ಚೊಲ್ಲ ಕಿತಾಬ್ എടുത്ത് ಓದರು ಆಲ್ಮಾರ ನೋಡ್ಲು ಓದರು അതിൽ പിന്നെ എവിടുണ്ട് ഇബാറത്ത് ഓദ്യാറ ഇല്ല ഇനി ഒലിമ്പാമത്തേത് ഇമാം നബി റഹ്മവുല്ല വൈരുദ്ധ്യ ചൊല്ற ആളാಂಟಿ ಕೇಟೇಕಿ ಇಯಾಲೆಂದ್ರೆ ಚೊಂತು ಅದು ನಿಂಗೆ ಅರ್ಥ ಇಟ್ಲೆ ಆಂಟಿ ಚೊಂತು ನೋಕೋರು ചൊല്றாള വൈരുദ്ധ്യം ചൊല്ലുന്നത് നിങ്ങായിട്ടിക്കിട് ഇമാം നവവി അല്ല കാരണം എന്തേ ഇമാം നവവി ഇമാമിന്റെ വാക്ക് നിങ്ങൾക്ക് ಗೊತ್ತಾಯ್ತಲ್ಲ അത്ര മാത്രം അപ്പൊ ವೈರುದ್ಧ್ಯ ಬಲ್ಕ ಬೇರೆ ಆಳಾಂಟಿ ಕೇಟೇಕಿ ಅಯ್ಯಲ್ ಚೊಲ್ற ಆನ್ಸರ್ ಅಂದ್ರೆ ಅದು ನಿಂಗೆ ಗೊತ್ತಾಯ್ತಲೆ ಆಂಟ್ ಅದು ಸಾಧಾರಣ ಆಲ್ಮಾರ ನಿಂಗೆ ಮಂಗಾಕ ಎದುರೆದುರು ಬರ್ಮತ್ತೆ അങ്ങനെ ಮಂಗಾಕ ಅವಲೆ ಮೊಯ್ಲಾರೆ ಅದು ನಿಂಗೆ ಗೊತ್ತಾಯ್ತಪ್ಪ ಗೊತ್ತಾಕಿದರು ಎಂದ್ರೆ ಚೊಂದ್ರೆ ಇಮಾಮ್ ನಬವಿ ರಹ್ಮಹುಲ್ಲಾ ಶರಹು ಮುಸ್ಲಿಮುಲು ಅದು ಕೆಟ್ಟೋಗು ತೀರಾ ಅಂತ ಚೊಂದೆ ಎಂದ್ರೆ പിന്നെ ಅದರ ಅರ್ಥ ಎಂದ್ರೆ ಕೆಟ್ಟೋನುಂಟಾ ಅದರ ಆಶಯ ಎಂದ್ರೆ
അപ്പൊ ഗൊന്തില്ല ಅಂತ അങ്ങനെ 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 പോകണം ಬಿಡುಲ್ಲ ಚೊಲ್ರ ನೋಕರು ഇമാം നവ ഇമാമിന്റെ വാക്ക് നിങ്ങൾക്ക് ಗೊತ್ತಾಯ್ತಲ್ಲ അത്ര മാത്ര. അപ്പൊ ലാസ്റ്റ് ഒരു പോവട്ട് അത്തര സുലാഭത്തിൽ പോക ಬಿಡುಲ್ಲ ഞങ്ങ ഇമാം നബി റഹ്മത്തുള്ളാഹി ಎಂದ್ರೆ ಚೊಂದ್ರೆ சொல்றது ಕ್ಲಿಯರ್ ಆಕರು എവിടുണ്ട് റഷീദ് സഖാഫി നന്റെ ക്വസ്റ്റ്യൻಗೆ ആൻസർ എവിടുണ്ട്. ഇനി 10ാമത്തേത് ലിമാ മർറയുടെ വിഷയത്തിൽ നാണുപ്പാട്ട കാട്ടിയ പോലെ ലിമാ മർറഗ് മുന്നൊലത്തെ ഇബാറത്ത നിങ്ങൾ ഓതിയെ അതിൽ പിന്നത്തെ ഇബാറത്ത നിങ്ങൾ ഓതിയെ എന്ന് കേട്ട ക്വസ്റ്റ്യൻಗೆ ആൻസർ എവിടുണ്ട് നോക്കൂ. നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾ ചൊല്ലണം. ഇത് നന്റെ വലിയ ഒരു ക്വസ്റ്റ്യൻ എത്തിക്കറി ഇത് നിങ്ങൾ ചൊന്നില്ലാണ്ടായെങ്കിൽ നിങ്ങളെ തറുകിട എന്തിനെ ചൊല്ലത് എല്ലാവർക്കും ക്ലിയർ ആവും. അപ്പൊ അത് കഴിത്ത് ഈ ക്വസ്റ്റ്യൻಗೆ നിങ്ങൾ ആൻസർ ആക്കണേ. ഇതിനെ നിങ്ങൾ സ്കിപ്പ് ആക്കുകയില്ല, ഇതിനെ നിങ്ങൾ വിടുകയില്ല. ലിമാ മർറ നാ കട്ട ചൊന്ത് ചൊന്നിൽ പിന്നെ നിങ്ങൾ ഓതിയ ഇബാറത്തേത് അതിൽ മുന്നൽത്തതാ അതിൽ പിന്നത്തതല്ലേ നിങ്ങൾ ഓതിയെ എന്തൊരു അവസ്ഥ ഇത്. അതിലടക്ക് നന്നോട് കേൾക്കു ഇങ്ങനുണ്ടാ കക്കര നാൻ അതെ നങ്കും കേൾക്കുള്ള അതുവേ എവിടുണ്ട് ആൻസർ റഷീദ് സഖാഫി ആൻസർ എവിടുണ്ടു. 11ാമത്തേത് ഇയാളൊരു ഇബാറത്ത് ഓതുරු ആ ഇബാറത്തിര ലാസ്റ്റ് ഭാಗ സുമ്മല ബിബിനാഇഹ നഫ്സിഹ അതിരെ കബർ വൈത്തികെട്ടുಗು തീരാ ചൊල්ರೆ ആ ഒരു ഭാഗ നിങ്ങൾക്ക് ഓതുകു ധൈര്യം ഉണ്ടാണ് കേട്ടുന്നെ നോക്കൂ. ഇനി അത് മാത്രല്ല യഥാർത്ഥത്തിൽ കട്ടുവതിരി ഇയാൾ ഇയാൾ ഇബാറത്ത് ഓതുമ്പത്തുകു അതിൽ കുറെ എന്തൊരു ചൊന്തു ആ കുബ്ബ കെട്ടണു അതേപോലെ കണാത്തീർ കെട്ടണു ಅಂತಲ್ಲ ചൊന്തു അതിൽ ലാസ്റ്റ് ഒരു ഭാഗമുണ്ട്. ആ ലാസ്റ്റ് ഭാഗം ഇയാൾ ഓതിട്ടില്ല. ധൈര്യം ഇല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾ അത് ഓതും. എതിരെ ആ ലാസ്റ്റ് ഭാഗം അത് നിങ്ങൾ നോക്കൂ. ലാസ്റ്റ് ഭാഗത്തിൽ എന്തുണ്ട് സുമ്മല ബിബിനാഇഹ നഫ്സിഹ കബറെ അതിരെ വൈത്തി കെട്ടു ഇല്ലാണ്ട് അവിടെ ചൊല്ലു. ആ ഇബാറത്തിൽ ലാസ്റ്റ് വേർഡ് എന്ത് സുമ്മല ബിബിനാഇഹ നഫ്സിഹ കബറെ മേ വൈത്തി കെട്ടത് ഇല്ലാണ്ട് അവിടെ മേ ചൊല്ലു. ಅದಕ್ಕೆ ಧೈರ್ಯ ಉಂಡ ಕೇಟುತ್ತುಂ ಇಯಾಲ್ ಓದಿಟ್ಲೆ ಎವಡುಂಡು ರಶೀದ್ ಸಖಾಫಿ ಆನ್ಸರ್ ಎವಡುಂಡು. 12ാമത്തേത് ഇമാം ഷൗക്കാനി നൈലുൽ ഔത്താറിൽ ഖബർ വൈത്തി കെട്ടത് ഹറാമുണ്ട് ചൊന്നറു ആ വിഷയം നാണ് ഇബാറത്ത് ഓതിന്നെ നോക്കൂ. പണ്ഡിതന്മാർ ഇമാം ഷൗക്കാനി നൈലുൽ ഔത്താറിൽ ചൊന്നറു ഫീഹി ദലീലുൻ അലാ തഹ്രീമിൽ ബിനാഇ അലൽ ഖബ്രി അതെ അതിൽ ദലീലുണ്ട്. ഇതേ ഹദീസ് വെച്ചിട്ട് ഇമാം ഷൗക്കാനി ചൊല്ലുന്നത് ഇതിൽ ദലീലുണ്ട്. എന്ത് ദലീലുണ്ട്? ഖബറിന്റെ മേൽ വൈത്തി കെട്ടത് അത് വിരോധിക്കപ്പെട്ടത് ഹറാമു ചൊല്ലുന്നത് ഇതിൽ ദലീലുണ്ട്. നോക്കൂ നൈലുൽ ഔത്താറിൽ ഇമാം ഫീഹി ദലീലുൻ അലാ തഹ്രീമിൽ ബിനാഇ അലൽ ഖബ്രി ഖബറിന്റെ മേൽ വൈത്തി കെട്ടത് ഹറാം ഇത്തിക്കർ ചൊല്ലി ഇതിക്ക് ദലീലുണ്ട്. എവിടുണ്ട് ആൻസർ? ഇതുക്കായെങ്കും എവിടുണ്ട് ആൻസർ? റഷീദ് സഖാഫി എവിടുണ്ട് ആൻസർ? പിന്നെ 13ാമത്തേത് ഇമാം ഖുർത്തുബി അയാളുടെ തഫ്സീറിൽ സൂറത്തുൽ കഹ്ഫിൽ 21ാമത്തെ ആയത്ത് വിശദീകരിക്കലോടെ ഖബർ വൈത്തി കെട്ടത് ഹറാമുണ്ട് ചൊന്നതും നാ ചൊന്നെ നോക്കൂ. ഇമാം ഖുർത്തുബി തഫ്സീറുൽ ഖുർത്തുബിയിൽ സൂറത്തുൽ കഹ്ഫിലെ 21ാമത്തെ ആയത്ത് വിശദീകരിക്കലോടെ ചൊല്ലു ഫഇന്ന ഫീഹി ഇസ്തിഅമാലു സീനത്തി ദുനിയ ഫീ അവ്വലി മനാസിലിഹി ഈ അർത്ഥത്തിൽ അതേപോലെ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ തട എന്ത് ഇത് വിരോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അത് ചൊല്றது അനിവാര്യ തിക്ര എന്ത് ചൊല്றது ഹുവ ഹറാം ഖബർ വൈത്തി കെട്ടത് ഹറാം ചൊല്றது അനിവാര്യ തിക്ര അത് അത്യാവശ്യ തിക്ര ചൊന്തു ഇമാം ഖുർത്തുബി തിക്ര ചൊല്றது. അപ്പൊ ഇങ്ങനെ എത്ര അപ്പൊ ഓടുണ്ട് ആൻസർ റഷീദ് സഖാഫി ഓടുണ്ടു എന്ത് ഇത് ഇങ്ങനെ സംവാദാക്കറേ ഇതെന്തും തൊടാണ്ടെ വെറുതെയും ആൻസർ ആക്കറാൻ ചൊല്ലുടെ ഒരു നാടക ആക്കിട്ട് ബണ്ടത് ചങ്കാവില്ല നിങ്ങക്ക് അല്ലെ പണ്ടൊർത്ത ചൊന്നോല അബ്ബ നക്കടിക്കണ്ട ഞാൻ എന്തെങ്കിലും നല്ല ഉല്ലാണ്ട് നക്കടിക്കണ്ട ഞാൻ എന്തെങ്കിലും നല്ല ഉല്ലാണ്ട് അതേപോലത്തെ വിഷയത്തല്ലേ നിങ്ങളെ എത്ര മര്യാദ പോയോണ്ടുണ്ട് പിന്നും നിങ്ങൾ ಬಂತು അടി തിണ്ടോ ഉള്ളാറല്ലേ. അപ്പൊ അത് കൈത്ത് ചൊല്ലോകില്ല എന്തൊരു ചൊന്നെ നിങ്ങ നെക്സ്റ്റ് വീഡിയോയിലായെങ്കും ഈ 13 ക്വസ്റ്റ്യനുക്ക് ആൻസർ ആക്കോ. നന്റെ ഈ 13 ക്വസ്റ്റ്യനുക്ക് ആയെങ്കും നിങ്ങൾ ആൻസർ ആക്കോ. നിങ്ങളെ ഒരേ ഒരു ക്വസ്റ്റ്യനുക്ക് ഞാൻ ആൻസർ ആക്കണ്ടേ ബാക്കിയിട്ടില്ല. ഒരേ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കാട്ടോರು നിങ്ങൾക്ക് അങ്ങനെ ചൊല്ற ഒരു ചാൻസ് ഏനാದಂತಿಲ್ಲ. ಇನ್ನೇ നന്റെ ക്വസ്റ്റ്യനുക്ക് നിങ്ങൾ ആൻസർ ആക്കിയിട്ടില്ല ചൊന്തു നിങ്ങൾക്ക് അങ്ങനെ ചൊല്ലുക ഒരു ചാൻസ് ഏനാದಂತಿಲ್ಲ. നിങ്ങളെ ഓരോരോ ക്വസ്റ്റ്യനുക്കും ഞാൻ ആൻസർ ആക്കിരെ. അപ്പൊ അത് കഴിത്ത് നന്റെ നിങ്ങൾ ഈ 13 നാ നമ്പർ ഇട്ട് കാട്ടിയതാ ഈ ക്വസ്റ്റ്യനുക്ക് നിങ്ങൾ ആൻസർ ആക്കിയിട്ട് എത്തിക്കണു. നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾ ബർണായ ചൊന്തുല്ലേ ഒരു റിക്വസ്റ്റ് ആയിത്തിക്കറി ഇയാളുടെ കൂട്ടിയ ബന്ധങ്ങളൊട്ടിಗೆ നമുക്ക് ചൊല്ലുകല്ലതുവേ. ഇനി അസ്നൽ മത്താലിബ് റിട്ടേൺ പറ. അസ്നൽ മത്താലിബില് ನಾ ಓದೊಂಬತ್ತಿಗೂ ಅವಡೆಂದೈತು ನಂದೆ ನಾ ಅಯಾಲ್ ಓದಿ ಇಬಾರತ್ತುಗಳ ನಾನು ಆನ್ಸರ್ ಹಾಕಿರ ಅದು ಎಂದುം തൊടാണ്ട് ഇയാൾ എന്താക്കിയത് നന്റെ ഒരു ലഅല്ലരെ പിടിച്ചിത്ത് ನಾನು ലഅല്ലಗೆ ಅರ್ಥ ചൊല്ലുമ്പോൾ എന്താക്കിയ ഐ തിക്കൂണ്ട് ചൊന്നെ ഇയാൾ വിഷയം ഡൈവേർട്ട് ആക്കറു നോക്കರು. ലഅല്ലಗೆ യഥാർത്ഥത്തിൽ അർത്ഥം എന്തിരെ ഐ തിക്കൂണ്ട് ಅದರ ಅರ್ಥ സാഹിബു ദഖായിർ എന്തിരെ ചൊന്നെ ലഅല്ല ಅದರ ഐ തിക്കു. അപ്പൊ അതിനെ പിടിച്ചിട്ട് ഇയാൾ നേൾറെ നോക്കರು. അസ്നൽ മത്താലിബ് അതിലൊരു ഇബാറത്ത് വായിക്കറിയാലോ എന്നിട്ട് നോക്കൂ നിങ്ങൾ അല്ലാതെ അർത്ഥം വെക്കറ് നോക്കൂ നിങ്ങൾ ചിലപ്പോ ഈ തിക്കു ഗ്യാരണ്ടി അല്ല എന്ದ್ರೆ ಅದರ ಅರ್ಥ ಕಬರ್ರ ಮೇಲೆ ಕುಬ್ಬ ಕೆಟ್ಟಿರೋದು അതേപോലെ കബറിന്റെ മേൽ കനാത്തീർ കെട്ടിറതും ഐ തിക്കുകയും മയവും
അതെന്താ ഒരു ഗ്യാരണ്ടി ആക്കി ചൊല്ലറല്ല അത്. ആയി ടിക്കു ഉണ്ടു എന്തിനർത്ഥ ಅದರ ತೆಲ್ಲ ಶರಹ ಉಂಟು ಹಾಶಿಯತು ರಮ್ಲಿ അവിടെ നോക്കണം നിങ്ങൾ കൊടുത്തരെ അഷാറ ഇലാ തസ്ഹീഹിഹി ഇത് സ്വഹിയായ അഭിപ്രായമായി ടിക്കട് ഹബീബി അവിടെ ലാലത്തൊന്നും ആയി ടിക്കു അല്ല അത് സ്വഹിയായ അഭിപ്രായം അഷാറ മുസന്നിഫ് സൂചിപ്പിക്കുന്നു മുസന്നിഫ് സൂചിപ്പിക്കറ് ഇലാ തസ്ഹീഹിഹി അതായി ടിക്കട് സ്വഹീഹി വഖതബ അലൈഹി എന്തിനാ ലാല എദ്യ മാത്ര അപ്പൊ നോക്കിയാറല്ലേ ലഅല്ലഗ് ഹാഷിയത്തുർ റംലി ಅದರ ಅರ್ಥ ಇങ്ങനെ ಚೊಂತು ಲಅಲ್ಲ ಸಾಹಿಬು ದಖಾಯಿರ್ ಅಂದ್ರೆ ಎಲ್ದಿರಿ ಲಅಲ್ಲ ಅಂತ ಎಲ್ದಿರಿ ಲಅಲ್ಲರ ಅರ್ಥ ಅಂದ್ರೆ ಐತಿ ಇನ್ನ ಅನ್ನಕ ಅನ್ನ ಲಾಕಿನ್ನ ಲೈತ ಲಅಲ್ಲ പഠിച്ചിട്ടില്ലേ അപ്പൊ ലഅല്ല ഒരു വിഷയ ഗ്യാരണ്ടി ഇല്ല ಅಂತ ചൊല്ലற ಫಲ್ಕ ಐತಿಕರ ಅಂದ್ರೆ ಅರಬಿಲ್ ಲಅಲ್ಲ ಐತಿಕು അപ്പൊ ಅದಲ್ಲ മെയിൻ ವಿಷಯ ಅಂದ್ರೆ ಕಬರು ಐತಿಗೆಟ್ಟಿರದು ತೀರಾ ಅಂತ ಐತಿಕರ അപ്പൊ അവിടെ ಅದರ ಕೀಳ್ ನೋಕೋರು ಲಾ ಬಿನಾ ಉಲ್ ഖുബൂരി നഫ്സിഹ ഖബറിനെ വൈത്തികെട്ടുക തീരാണ്ട് അവിടെ ചൊല്ലറ് ഖബറിനെ വൈത്തികെട്ടുക തീരാണ്ട് എന്താക്കുക അവിടെ ചൊല്ലറ് അപ്പൊ ഏതായെങ്കും ആ കിതാബിൽ നിങ്ങൾക്ക് എന്തൊരു കിട്ടില്ല ഖബർ വൈത്തികെട്ടുന്നു ചൊല്ലറ ഒരു ഇബാറത്ത് നിങ്ങൾക്ക് അതിൽ കിട്ടില്ല ചൊല്ലറതേറ്റിക്കറ് നിങ്ങൾ എങ്ങനെ തല കുടുത്തി മറിഞ്ഞെങ്കും അതിൽ കിട്ടില്ല അത് മാത്രമല്ല ഇമാം ജർക്കഷിം എന്തൊരു ചൊന്നറു വഫീഹി നദറുൻ അതിൽ എന്താക്കുകൊണ്ട് അത് പരിശോധിക്കപ്പെടണായതേറ്റിക്കറ ആ അഭിപ്രായ സമല്ലാണ്ടും ചൊന്നത് ജക്കറുൽ അൻസാരി എന്താക്കിര് എടുത്തു ಗೊತ್ತರು അപ്പൊ ആ ഇബാറത്തു ഞാൻ എന്താക്കുന്ന ലാസ്റ്റ് എന്റെ വീഡിയോയിൽ ഞാൻ ഓദിന്നെ അപ്പൊ അതെന്തും തൊടാണ്ട് ഇയാൾ ഔടെകും ഒരു നോക്കರು ഔടെകും ഇയാൾ ഒരു കുതന്ത്ര നോക്കರು ഔടെകും ആൽമാർ ഇയാൾ ಮಂಗಾಕರು നോക്കರು അല്ല പോട്ടു നിങ്ങൾ വായിച്ച താഴെ വൽ അവ്വല ഹുവൽ മുതബാദിർ കൊണ്ടാ നിങ്ങ അതല്ല നിങ്ങൾ വിട്ടങ്കാവുക നാളെ ഫസ്റ്റ് ചൊന്ന അഭിപ്രായം ഇല്ലേ അവിടെ കാണ് പെട്ടെന്ന് മനസ്സിലാവൂരെ ആ അഭിപ്രായമാണ് നമുക്ക് വ്യക്തമായി മനസ്സിലാവൂടെ നോക്കൂ നിങ്ങൾ ഇതെല്ലാം മൂടി വെച്ചിട്ട് അല്ല മൊയിലാറെ നിങ്ങക്ക് ചങ്ക്യാവില്ലേ ഉലുപ്പു ചൊല്ലற ഒരു വസ്തുണ്ട് അല്ലെ മലയാളത്തിൽ ഉലുപ്പു 3 വേർഡ് ചങ്ക്യ ചൊല്ലற ഒരു വസ്തു വേണം വൽ അവ്വൽ ഹുവൽ മുതബാദിർ ചൊന്നേന്ദ്രെ പ്രത്യക്ഷത്തിൽ കാണുമ്പോഴത്തേക്കു ഒന്നാമത്തെ അഭിപ്രായ പോലെ കാണ്ട് ബട്ട് അതല്ല അതേറ്റിക്കർ സക്കറിയൽ അൻസാരി ചൊന്നരെ ഫസ്റ്റ് വൽ മുത്തജിഹു അന്നൽ മുറാദ ബിഇമാറതിഹ റദ്ദു തുറാബി ഫീഹ ഇമാറത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് അവിടെ ഇടിഞ്ഞുപോയ മണ്ണുണ്ടുണ്ടായെങ്കിൽ അതിൽ റിട്ടേൺ കൊമണ്ടേ അതിനെ സംരക്ഷിക്കരെ ഖബറെ സംരക്ഷിക്കരുതായിട്ടിക്കറ് ഇങ്ങനെ പച്ചകളവ് ചൊല്ലறதுக்கு ഒരു ചങ്കില്ല ചൊന്നെങ്കിൽ എന്തൊരു അവസ്ഥ വൽ അവ്വൽ ഹുവൽ മുതബാദിറു എന്തിനാ ಅದರ ಅರ್ಥ നിങ്ങമേ ചൊന്നാറല്ലേ നാളെ ഫസ്റ്റ് ചൊന്ന അഭിപ്രായം ഇല്ലേ അവിടെ കാണ് പെട്ടെന്ന് മനസ്സിലാവൂരെ ആ അഭിപ്രായത്തിക്കർ പെട്ടെന്ന് മനസ്സിലാവൂരേ മാത്ര അതല്ലാണ്ട് ഇതിക്കർ സക്കറിയൽ അൻസാരി ചൊല്ലറേ അതിനെ പിടിച്ചിട്ട് ആ ഫസ്റ്റ് അഭിപ്രായത്തിക്കർ സമാചൊന്ത് സക്കറിയൽ അൻസാരിക്ക് ഇല്ലാത്ത വാദത്തെ നിങ്ങൾ എന്താക്കിയ ഉള്ളാറ് അയാളുടെ മേൽ കെട്ടിവെച്ച ഉള്ളാർ എന്തൊരു അവസ്ഥ ഇത് ഇങ്ങനമാ സംവാദാക്കര് ആൽമാരെ ಮಂಗಾക്കിട്ട് വൽ അവ്വൽ ഹുവൽ മുതബാദിർ ചൊന്നെങ്കിൽ സഡൻ കാണുമ്പോഴത്തേക്കു ഒർക്കലെ കാണുമ്പോഴത്തേക്കു ഫസ്റ്റ് അഭിപ്രായ സമപോലെ കാണ്ട് ബട്ട് അതല്ലാണ്ട് തിക്കറ് സക്കറിയൽ അൻസാരി ചൊല്ലറ് അതിനെ പിടിച്ചിട്ട് ഇയാള് സക്കറിയൽ അൻസാരി ഫസ്റ്റ് അഭിപ്രായമേ സമാണ്ട് ചൊന്തു ആൽമാരെ ಮಂಗಾക്കರ ഒരു അവസ്ഥ നോക്കോರು അല്ലേ എന്തൊരു ഗത്തികേട് നിങ്ങളെ പിന്നെ കൊറിയ സലാം സുല്ലമിരെ ബുക്കെല്ലാം എടുത്തുകൊന്ത് അയാൾ ഖബർ വൈത്തികെട്ടത് ശിർക്കുണ്ട് ചൊന്നറു അങ്ങനെ ഇയാൾ എന്താക്കിയത് കൊറിയ ചൊന്തു ಅದಕ್ಕೆ ನಕ್ಕ ಆನ್ಸರ್ ಹಾಕುಗುಲ್ಲ ಎಂದ್ರೆ ಚೊಂದಿ ഖുർആനും ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പ്രമാണത്തെ അടിസ്ഥാനത്തിൽ 6 പൽക്കറിഞ്ഞെങ്കും ഞങ്ങൾ അത് സ്വീകരിക്കുക അതേപോലെ ഖുർആനും ഹദീസിക്ക് വിരുദ്ധമായിട്ട് 6 പൽക്കറിഞ്ഞെങ്കും അത് എത്ര വലിയ ഇമാമായെങ്കും അത് ഇബ്നു തൈമിയ റഹ്മഹുല്ലായെങ്കും ഞങ്ങൾ അത് എടുക്കില്ല അതേറ്റിക്കർ ഞങ്ങളെ നിലപാട് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ നിലപാട് അതേറ്റിക്കർ പിന്നെ ഇയാൾ വലിയ കാര്യമായിട്ട് ചൊല്ലറ ಅಂದ್ರೆ ನಂದ ಕೊರಿಯ ಬೇರೆ ವಿಡಿಯೋ ಎಲ್ಲ ಇಯಾൾക്ക് ಕಡ್ತಿರಾರ್ವಲ್ಲ അപ്പൊ അതിരെ പോസ്റ്റ്മോർട്ടം ആക്കൊണ്ടൂല നിങ്ങൾ പറഞ്ഞു ഇനിയും ഇയാളെ വേറെ കുറെ വീഡിയോ എല്ലാം കുറെ ആൾ കടത്തിയാറ് അപ്പൊ അൽഹംദുലില്ലാ അതെല്ലാം ഇൻഷാ അല്ലാഹ് നമുക്ക് പോസ്റ്റ്മോർട്ടം ആക്കൊണ്ടു അപ്പൊ കുറെ പിടിയാവും ನಂದು ഒരു വീഡിയോ പോസ്റ്റ്മോർട്ടം ಬಂದಪ್ಪಮೇ നിങ്ങളെ ಗತಿ ഇങ്ങനെ ഇತ್ತು ഈ ഒരു അവസ്ഥയില ഇತ್ತು ഇനി ಬೇರೆ എല്ലാ വീഡിയോ പോസ്റ്റ്മോർട്ടം ബറുമ്പോൾ നിങ്ങളെ ഗತಿ എങ്ങനെ ആവുಂಟು ನಾನು ಆಲೋಚನೆ ಹಾಕಿউಲ್ಲೇ അപ്പൊ ഏതായെങ്കും ഇതൈത്തിക്കർ അവസ്ഥ ഇതൈത്തിക്കർ വിഷയ ലാസ്റ്റ് ഇയാളെന്തൊക്കെ എന്നും തുടരും ചൊന്തു അപ്പൊ ഏതെങ്കിലും എനി തുടരൂ മാത്ര നಾ ಈ ಕೇಟ 13 ಕ್ವಶನ್ಗೆ നിങ്ങൾ ആൻസർ ആക്കിയാൽ പിന്നെ തുടരും ആവല്ലേ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തെ സത്യമായിട്ട് മനസ്സിലാക്കുകയും
ബാത്തിലായിട്ട് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് ദൂരാവുകൂ. ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.